കിടന്നുറങ്ങണതിന് മുമ്പ് കുടിച്ചു തീർത്താൽ മതി 12 ഗ്ലാസ്. വീട്ടിലെല്ലാരോടും പറയണം. പരമാവധി വെള്ളം ലോകത്ത് കണ്ടുപിടിച്ചതിലെ ഏറ്റവും വലിയ മരുന്ന് എന്ന് പറഞ്ഞാൽ ഏതാ നിങ്ങള്? പച്ചവെള്ള. ഒരു കളങ്കുമില്ലാത്ത പച്ചവെള്ളം. അതിലേക്ക് പഴമൊക്കെ ജ്യൂസ് അടിച്ചിട്ട് ഇടുമ്പോഴാണ് പൈൻ ജ്യൂസാണ്. അതിലേക്ക് എന്ത് ചെയ്യും? വേറെ എന്തെങ്കിലും ഒക്കെ ആയുർവേദത്തിന്റെ ഇലകളും മറ്റൊക്കെ കൂട്ടിയിടുമ്പോഴാണ് അത് കഷായമാകണേ. മനസ്സിലായില്ലേ? വെള്ളമാണ് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ മരുന്ന്. അത് കൃത്യമായി നിങ്ങൾ കുടിച്ചു നോക്കണ്ടി. കൃത്യമായിട്ട് ഉപയോഗിക്കണം. അത് കുടിക്കാതെ എന്നാലാണ് പ്രശ്നം. അപ്പോൾ ചുരുക്കാണ് കൃത്യമായി 2 ലിറ്റർ വെള്ളം ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? നിന്ന് കുടിക്കരുത്. നിങ്ങളോടിപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ പറയും നമ്മളൊക്കെ ഇരുന്നിട്ടാണ് കുടിക്കുന്നത്. നിങ്ങളൊക്കെ നിന്ന് കുടിക്കണമല്ലോ. ഒട്ടുമിക്ക ആളുകൾ ശ്രദ്ധിക്കാതെ ചെയ്യണതാണ്. മക്കളാണെങ്കിലും നിങ്ങൾ മക്കളൊക്കെ ടർഫിലൊക്കെ നിങ്ങളുടെ കുടിക്കണ കാണണ്ടേ? എന്താണ് സ്പീഡിൽ നിങ്ങൾ പറയണ്ടേ? ഇരിക്കട അവിടെ എന്ന് പറയണ്ടോ? ഇസ്ലാം മതത്തിൽ പുണ്യ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് 1400 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിന്ന് വെള്ളം കുടിച്ചാൽ മരുന്നില്ലാത്ത രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. മരുന്നില്ലാത്ത രോഗങ്ങൾ അത്ര അടിവരയിട്ട് 1400 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആരും ശ്രദ്ധിക്കില്ല, മക്കളോട് പറയില്ല. പക്ഷെ ശാസ്ത്രം കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കൃത്യമായി പറയാൻ ഊര വളയ്ക്കണേ, വെള്ളം നേരിട്ടിറങ്ങരുത്. സ്ത്രീകൾ പ്രത്യേകിച്ച് ഗർഭാശയ സംബന്ധമായി ഊര സംബന്ധമായി ഒരുപാട് അസുഖങ്ങൾക്ക് കാരണം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാം. ഏത് അസുഖം വന്നാൽ മരുന്ന് ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും. എവിടുന്ന് ഈ രോഗം നമുക്ക് വന്നു എന്നതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. വരാതിരിക്കുന്ന പണികളും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ എടുത്തിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇരുന്നേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. എന്ത് തിരക്കുകളുണ്ടെങ്കിലും മക്കളോട് പറയണം. ഭക്ഷണം അര വയറ് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. മനസ്സിലായി നിങ്ങൾക്ക്? ഭക്ഷണത്തിനെ 3 ആക്കുന്നു. ഒരു ഭാഗം കാലി, ഒരു ഭാഗം വെള്ളം, ഒരു ഭാഗം ഭക്ഷണം. ഇതിൽ തന്നെ കാലിയുള്ള സ്ഥലമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും സുപ്രധാനം. ഗ്യാസ് അടക്കമുള്ള സംഗതികൾക്ക് മാറി നിന്ന് ഇതിന്റെ പ്രക്രിയ നടക്കേണ്ട സ്ഥലമാണ്. അവിടെയാണ് നമ്മൾ നേരത്തെ എന്ത് ചെയ്ത് വായക്കായി കയറ്റിയിട്ട് അവസാനത്തെ ഗ്യാപ്പും കിട്ടാതെ അത് ഗ്യാസായി, അൾസറായി, പുണ്ണായി, എടങ്ങറായി, ഷുഗറായി, പിന്നെ എല്ലാവരും എടങ്ങറാക്കി. നമ്മൾ കിഡ്നി രോഗിയൊക്കെ ആയി പിന്നെ എടങ്ങറായിട്ട് മരിച്ച്. അനിയന്ത്രിതമായ ഭക്ഷണം നമ്മളെ രോഗികളാക്കും. ആവശ്യത്തിന് വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ ഇടക്കിടക്ക് കഴിച്ചോളി. വിശക്കണ സമയത്ത് ഇടക്കിടക്ക് കഴിച്ചോളി. പക്ഷെ കഴിക്കണ സമയത്ത് എന്ത് ചെയ്യരുത്? മുഴുവനും കഴിക്കരുത്. ഇപ്പൊ കാര്യമായിട്ട് പണി വേർക്കണ പണിയൊന്നുമില്ലല്ലോ. ആകെ വാട്സപ്പിലുള്ള ഒരു മേസ്തിരിപ്പണിയൊക്കെ നമുക്കുള്ളത് അല്ലേ? നാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള വാട്സപ്പിലൂടെയുള്ള പണിയുള്ളൂ. ഒരേ കുത്തിർന്നിട്ടുള്ള പണികളാണ്. വേർപ്പൊന്നുമില്ല. വേർപ്പ് നല്ല അധ്വാനിക്കണമല്ലോ, അതിനനുസരിച്ച് കഴിച്ചോട്ടെ. അത് വേറെ കാര്യം. ജോലിക്കനുസരിച്ച് നമുക്കൊന്നും ഇപ്പൊ അങ്ങനത്തെ ഒരു ജോലിയൊന്നും എന്തില്ല, കാര്യമായിട്ടില്ല. അപ്പൊ വളരെ കുറച്ച് എന്ത് ചെയ്താൽ മതി? കഴിച്ചാൽ മതി. ഭക്ഷണത്തിന്റെ കൂടെ ഒരു കാരണവശാലും വെള്ളം കുടിക്കരുത്. വെള്ളം കുടിക്കണം 2 ട്ടോ. നമ്മൾ വേറെ ചർച്ച ചെയ്തല്ലോ. ഭക്ഷണത്തിന്റെ കൂടെ കുടിക്കരുത്. പരമാവധി ഒഴിവാക്കണം. ആ ശൈലി മാറ്റിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാവണം നിങ്ങൾ ഭക്ഷണത്തിന്റെ ശേഷമുള്ള വെള്ളം കുടി. അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പേ. തടിയൊക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക? തടിയൊക്കെ കുറക്കാനാകും, ഉപകാരപ്പെടും. ഭക്ഷണമൊക്കെ ലിമിറ്റ് ചെയ്യാൻ അതൊരു കാരണമാവും. അതുകൊണ്ട് അരമണിക്കൂർ മുമ്പേ കഴിക്കുക, അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം. എണ്ണക്കടികൾ ഏറ്റവും അപകടകാരിയാണ്. പരമാവധി എണ്ണക്കടികൾ ഒഴിവാക്കണം. നിങ്ങളിപ്പോ അങ്ങാടിക്കടി ചെന്നാൽ കുന്നമ്പുറത്തു നിന്നല്ല, നിങ്ങളെ കുളപ്പുറത്തൊക്കെ പോയി നോക്കണ്ടി. എത്ര എണ്ണക്കടിയുള്ള അറിയോ? ആ എണ്ണക്കടികളെ ചട്ടി നോക്കി. നിങ്ങൾ എണ്ണക്കടി ഉണ്ടാക്കുന്ന റോഡ് സൈഡിലെ ആ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് വലിയ ചട്ടി ഉണ്ടാകുക. ഈ ചട്ടിയിൽ 3/4 ഭാഗം വെളിച്ചെണ്ണ ഉണ്ടാവും. 3/4 ഭാഗവും. എല്ലാ ദിവസവും ആ സാധുവിനെ കൊണ്ട് ഈ വെളിച്ചെണ്ണ മാറ്റാൻ കഴിയില്ല. അങ്ങനെയാണ്. അതിലേക്ക് കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഓരോ ദിവസവും. പാവാണ്, ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ഓരോ ദിവസവും ഒഴിച്ചു കൊടുക്കും. ഒരു ദിവസം ഉപയോഗിച്ച എണ്ണ പിന്നീട് ഉപയോഗിച്ചാൽ വിഷമാണെന്നാണ് ശാസ്ത്രം പറഞ്ഞത്. വിഷം. തിരുവനന്തപുരത്ത് RCC സെന്റർക്കും ചൂലൂരിലെ ക്യാൻസർ സെന്റർക്കും തലശ്ശേരിയിലെ ക്യാൻസർ സെന്ററിലൊക്കെ ചെറുപ്പക്കാരിങ്ങനെ കാത്തുക്കാൻ അവസരത്തിന് വേണ്ടി തലയിലൊരു മുടിരോമം പോലും ഇല്ലാതെ 100കണക്കിന് ചെറുപ്പക്കാർ. എവിടുന്ന് നമ്മളിങ്ങനെ രോഗികളായി? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഉള്ളിവടിയും പഴംപൊരിയും മുട്ട ബജിയൊക്കെ അടിച്ചു കയറ്റുമ്പോൾ എവിടുന്നാണ് ഈ എണ്ണയും ഈ സാധനങ്ങളൊക്കെ വന്നത് എന്നുള്ളത് ദയവ് ചെയ്ത് നിങ്ങളാരും ഇന്നു മുതൽ എണ്ണക്കടികൾ പരമാവധി ഒഴിവാക്കണം. പെട്ടെന്ന് ഒരു ഭാഗം കുഴഞ്ഞിട്ടുണ്ട്, ഹോസ്പിറ്റലിലാണ്, ചുണ്ട് കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞേക്കല്ലേ? ഒരുപാട് ക്ലോട്ടിങ് വല്ലാതെ കൂടിക്കൊണ്ടിരിക്കാൻ ചെറുപ്പക്കാർക്ക് പോലും. പിന്നെ നമ്മൾ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് ലെവൽ ചെയ്ത് ഇന്നലെ പഴയ പവർ കിട്ടൂല. വിരലൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ പഴയ ഒരു കോലത്തിൽ കിട്ടൂല. ആ അവസ്ഥയിൽ നമ്മൾ ആരും ഉണ്ടാവരുത്. നാളെ ആ അവസ്ഥയിൽ നമ്മൾ ഉണ്ടായത്. അപ്പൊ കൊഴുപ്പുള്ള എണ്ണകളൊക്കെ പരമാവധി കുറക്കാൻ. പെണ്ണുങ്ങളോടൊരു കാര്യം പറയാം. സ്ത്രീകൾ എന്താ ചെയ്യുക? പപ്പടം പൊരിക്കാൻ വേണ്ടി ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ എടുക്കും. വെളിച്ചെണ്ണ എടുത്തിട്ട് അതെടുത്താൽ പപ്പടം പൊരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള വെളിച്ചെണ്ണ എടുത്തിട്ട് ആ നല്ല വെളിച്ചെണ്ണൻ്റെ കുപ്പി ഉണ്ടാവും. ഈ ബാക്കിയുള്ള വെളിച്ചെണ്ണ എടുത്ത് അതിക്കടെ പറഞ്ഞാലും. എന്നിട്ട് അതട് കേടരും, ആകട് കേടരും. നിങ്ങൾ ക്യാൻസറിനൊക്കെ വിലക്ക് വാങ്ങാണ്. കുടുംബത്തിലേ ഉണ്ടായില്ലേ?
ചീഞ്ചട്ടി എന്നല്ല ഇവിടെ പറയല്, അല്ലെങ്കിൽ ചീനച്ചട്ടി അങ്ങനൊക്കെ അല്ലേ? എന്തായാലും ചീഞ്ചട്ടി. നിങ്ങൾ തിരിഞ്ഞില്ലേ? ആ സാധനം നിങ്ങൾ പപ്പടം പൊരിച്ചിട്ട് അല്ലെങ്കിൽ എന്താ ചെയ്യാ? ഇല്ലേ, സംഗതി ഇല്ലേ, ചെയ്തൊക്കെ ഇല്ലേ? കാരണം വെളിച്ചെണ്ണ പോകാതെക്കാൻ വേണ്ടിയിട്ട് ആ കറുത്ത കരിയോലിന്റെ മൈലൊക്കെ ഉണ്ടാവും ചിലത്, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാലും എത്ര അപകടം നിങ്ങൾക്കറിയാം. അറിയാത്തത് കൊണ്ടായിരിക്കാം, ചെയ്യരുത്. ഈ ക്യാമ്പോട് കൂടി നമ്മൾ എന്ത് ചെയ്യാണ്? അത്തരത്തിലുള്ള ഒരു സംഗതികളും ഇനി ചെയ്യരുത്. അപ്പൊ എണ്ണക്കടികൾ പരമാവധി മക്കളോട് പറയണം, ബന്ധപ്പെട്ടവരോടൊക്കെ പറയണം, ഒന്ന് നിയന്ത്രിക്കണം. അവസാനമായി രാത്രി ഭക്ഷണം വളരെ ലഘുവായി കഴിക്കാൻ പാടുള്ളൂ. കിടന്നുറങ്ങുന്നതിന്റെ 4 മണിക്കൂർ മുമ്പ്, ഒരു മഗ്‌രിബ് ഇശാ 7 മണി 8 മണി അങ്ങനെ കഴിക്കണോ? ഇല്ല, അവിടെ കൈ വെക്കാൻ പറ്റുമോ? പുരോഗതി ഉണ്ടല്ലോ, കുറെ പുരോഗതി ഉണ്ട്. അങ്ങനെ കഴിക്കണോലുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഒന്ന് രോഗങ്ങൾ കുറയും. മരുന്നുകളോട് വിട പറയാൻ കഴിയും, ഹോസ്പിറ്റലുകളോട് വിട പറയാൻ കഴിയും. ഇതിപ്പോ എന്താ ചെയ്യണറിയോ? 10 മണിക്ക് നല്ല ചോറങ്ങോട്ട് തിന്നും, നല്ല വെള്ളം കുടിക്കും, ഒരു കടത്ത. എന്നിട്ട് 5:30 ഒരു അലാറം വെക്കും കേട്ടോ, 6:30 ഒരു അലാറം വെക്കും, 7:00 ഒരു അലാറം വെക്കും. വെച്ചിടും മൊബൈലില്, 7:00 നീക്കുള്ളൂ. മറ്റൊക്കെ വെറുതെ അടിച്ചു പോകും, കാരണം നീക്കാൻ കഴിയില്ല. അയ്യാതി തീറ്റി തിന്നിട്ട് എന്ത് ചെയ്ത് കിടക്കണത്? യുദ്ധത്തിന് പോണ മാതിരിയാണ് നമ്മൾ എന്ത് ചെയ്ത് പോയത്. ദയവ് ചെയ്ത് ഇന്നത്തെ ഈ ക്യാമ്പോട് കൂടി നമ്മൾ മാറുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഇന്നൊരു 7 മണിയാകുമ്പോൾ 2 ചപ്പാത്തി, ഫ്രൂട്ട്സോ ഓട്സോ മുത്താറിയോ, വളരെ ലഘുവായത്. അപ്പൊ ഇന്നിപ്പോ നിങ്ങൾ കാക്ക പോയിട്ട് ഇപ്പൊ എന്ത് ചെയ്യുക? 2 ചപ്പാത്തി ആക്കി പെണ്ണുങ്ങളോട് പറഞ്ഞു ഇന്ന് മുതൽ. കാരണം ഇത് ചില ആളുകൾക്കൊക്കെ തോന്നലുണ്ട് ഷുഗർ വന്നിട്ടാണ് ചപ്പാത്തി തിന്നേണ്ടതെന്ന്. ഷുഗറുകാർക്കുള്ളതാണ് ചപ്പാത്തി എന്നൊരു തോന്നലുണ്ട്. ഇല്ലട്ടോ, വരാൻ നിൽക്കണ്ട, അതിന്റെ മുമ്പേ നിയന്ത്രിച്ചു പോയിക്കോളി. മരുന്നുണ്ട് എന്ന് വിചാരിക്കണ്ട, മരുന്ന് കയറ്റാതെ നോക്കണം ഈ ശരീരത്തിലൊക്കെ പരമാവധി. അപ്പൊ എന്ത് ചെയ്യും? ഇന്നിപ്പോ നിങ്ങൾ പോയിട്ട് 10 മണിക്ക് തിന്ന് നിങ്ങൾ 2 ചപ്പാത്തി 7 മണിക്ക് തിന്ന് വിചാരിക്കുക. അപ്പൊ ഒരു 12 മണിയാകുമ്പോൾ ഒരു യുദ്ധം നടക്കും. എടങ്ങേറാവും. അടുക്കളയിലൊക്കെ പോയൊക്കെ ബ്രെഡ് ഉണ്ടോ,